അങ്ങനെ അബുദാബിത്തെ ഞങ്ങൾ ഹോളിഡേ കഴിഞ്ഞ് തിരിച്ച് യു കെക്കുള്ള ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു 2 ദിവസം ഇസ്താംബുൾ കണ്ടിട്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങളിപ്പോൾ അബുദാബിയിൽ നിന്ന് എയർ അറേബ്യ ഫ്ലൈറ്റിൽ ഇസ്താംബുളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് ടൈം ഒരു 4 മണിക്കൂർ 50 മിനിറ്റായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ ഇസ്താംബുളിലുള്ള സബീഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഇറങ്ങിയത്. അവിടുന്ന് ഞങ്ങൾ റൂമിലോട്ടുള്ള യാത്രക്ക് ഞാൻ Booking.com വഴി തന്നെ ടാക്സി പ്രീ ബുക്ക് ചെയ്തിരുന്നു. ഒരു മണിക്കൂറിൽ കുറച്ച് കൂടുതലാണ് ടാക്സി യാത്രാ ടൈം കാണിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് 1.5 മണിക്കൂറിൽ കൂടുതലെടുത്തു ഈ റോഡ് ഫുള്ള് ബ്ലോക്ക് ആയതുകൊണ്ട് ഇസ്താംബുൾ ടൗണിലേക്ക് എത്താൻ. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇസ്താംബുളിൽ എത്തിയതിന് ശേഷം ഞങ്ങൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. റൂമിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് വൈകുന്നേരം ഞങ്ങൾ ഇസ്താംബുൾ നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി റൂമിൽ നിന്ന് പുറത്തിറങ്ങി. എങ്ങനെയുണ്ട് സ്മിറ്റ്? അതായത് തണുത്തിരിക്കണം, ചൂടൊന്നുമില്ല. ഭയങ്കര പച്ചമീറ്റിന് മണമില്ല. ഇത് കഴിച്ചോക്കെ എങ്ങനെയുണ്ട്? മെച്ചുണ്ടോ? എനിക്ക് കഴിക്കാൻ പറ്റില്ല. നമ്മൾ ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ഇവിടുത്തെ ഇസ്താംബുളിലുള്ള ഫേമസ് ആയിട്ടുള്ള ഹാഫിസ് മുസ്തഫയുടെ സ്വീറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബക്ലവാസ് ആണ്. അപ്പോൾ അതും 2 കട്ടൻ ചായ ഓർഡർ ചെയ്തു. അപ്പോൾ ഡിന്നർ കഴിഞ്ഞിട്ട് ഒരു മധുരം അതിൻ്റെ കിട്ടും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്താ ഓർഡർ ചെയ്ത്? ഇത് ഹാഫിസ് മുസ്തഫയുടെ ഫേമസ് ഐറ്റാണ്. ഇത് ക്യാരറ്റ് ബക്ലാവ, അതിൻ്റെ ഇടയിൽ പിസ്താഷ്യോടെ ഒരു ഇതാണ് കാണാൻ. ഒരു പിസ്താഷ്യോടെ ഫുൾ പേസ്റ്റ് ഉണ്ട്. പിന്നെ ഈ വൈറ്റ് സാധനം തുർക്കിഷ് ഐസ്ക്രീം, ഇവരുടെ തന്നെ ഒരു സ്പെഷ്യൽ സോസ് ഇതും ഒഴിച്ചിട്ടുള്ളതാണ്. എല്ലാം കൂടി വായിക്കേ. എങ്ങനെയുണ്ട്? ആണോ? ഇതുവരെ കഴിച്ച ബക്ലാവയിൽ ഏറ്റവും ബെസ്റ്റാ? ആണോ? എനിക്ക് ബാക്കി വെക്ക്. അതാണ് തുർക്കിഷ് ഐസ്ക്രീം, കട്ടി കൂടുതലാണ്. ഇതാണ് കഴിച്ച് കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ. ഇതിൻ്റെ കൂടെ ഈ ചായ കുടിക്കാൻ ഭയങ്കര രസമാണ്. ചായയിൽ തീരെ മധുരമില്ല. അപ്പം അതിൻ്റെ ഒരു കയ്പ്പ് ഇതിൻ്റെ മധുരത്തിനെ ശരിക്കും ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ കുടിക്കാൻ പറ്റും. നമ്മൾ ഹാഫിസ് മുസ്തഫ കഴിച്ചിറങ്ങി. ഇപ്പോൾ ഈ നേരെ മുന്നിൽ കാണുന്നതാണ് ബ്ലൂ മോസ്ക്, അതോ ഹാഗിയ സോഫിയോ, ഏതോ ഒന്നാണ്, നമുക്കറിയില്ല. നമ്മൾ നാളെ രാവിലെ ഇവിടെ പ്രോപ്പറായിട്ട് ഇത് കാണാൻ വരും. അപ്പോൾ ഇതിപ്പോൾ ഇതിൽ കാണുന്ന മാതിരിയല്ല, നല്ല ഭംഗിയുണ്ട്. പോയി നോക്കാം. അപ്പോൾ നമ്മളെന്തായാലും ഭയങ്കര ടയർഡാണ്. ഇനി എല്ലാം റൂമിലോട്ട് തിരിച്ച് നടക്കുകയാണ്. എന്നിട്ട് നാളെ രാവിലെ കൂടുതൽ കാഴ്ചകളിലോട്ട് പോകണം. അങ്ങനെ ഒരു ഹാഫ് ആൻ അവർ നടന്ന് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അവിടെ എത്തി.
ശുചിത ഉറക്കം വന്ന് ആടി ആടി നടന്നു പോവാണ്. അപ്പം ഇനി റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷായിട്ട് ഉറങ്ങണു. നാളെ രാവിലെ ബാക്കി കാഴ്ചകളുമായിട്ട് കാണാം. അടുത്ത ദിവസം രാവിലെയാണ് ഞങ്ങളെ ബാക്കിൽ കാണുന്ന ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്തിട്ടില്ല. രാവിലെ ഇറങ്ങിയിട്ടുള്ളൂ. ഇന്നും നാളെയും മറ്റന്നാളെയാണ് ഞങ്ങൾ പോണത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റൂമിൽ പ്ലാൻസൊക്കെ ചെയ്ത് ഞങ്ങളിപ്പോൾ ഓൾഡ് സിറ്റി ഭാഗത്തോട്ട് പോവുകയാണ്. ഇന്നലെ രാത്രി നമ്മൾ ആ പരിസരത്ത് ഇരുന്നിട്ടാണ് പോയത്. പക്ഷെ നമുക്കൊരു പ്രോപ്പർ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെയാണ് നമ്മളൊന്നും കൂടെ മാപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്താ സ്ഥലം എന്നൊക്കെ മനസ്സിലാക്കിയത്. അപ്പം ഞാൻ അവിടെ പോയിട്ട് ഓൾഡ് സിറ്റി ഇസ്താംബുൾ സുൽത്താൻ അഹമ്മദ് കാഴ്ചകളൊക്കെ കാണാം. തുർക്കിയിലിങ്ങനെ നടക്കാൻ നല്ല രസമാട്ടോ. കാരണം ഒരുപാട് ഷോപ്സ് ഉണ്ടാവും. പക്ഷെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സ്മോക്കിങ്. ആൾക്കാർ ഇങ്ങനെ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കും. പാസീവ് സ്മോക്കിംഗ് കൊണ്ട് നമുക്ക് വല്ല ലങ് ക്യാൻസർ വരും എന്നുള്ളതാണ് പ്രോബ്ലം. നമ്മളങ്ങനെ നടന്ന് എന്താ പറയുക, ഇവിടെയുള്ള സുൽത്താൻ അഹമ്മദ് സ്ക്വയറിൽ എത്തിട്ടോ. ഇവിടെയൊക്കെയാണ് ഈ ഒബ്ലിസ്ക് എന്നൊക്കെ പറഞ്ഞ സംഭവം ഉള്ളത്. ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളെ ടൂറ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു 5 മിനിറ്റിൽ നമ്മളോട് ഇവിടെ ഒരു മീറ്റിംഗ് പോയിൻ്റ് പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയി നിൽക്കണം. എന്നിട്ട് അത് കുറച്ചും കൂടെ താഴെ. അപ്പോൾ നമുക്ക് അവിടെ പോയി നിന്നിട്ട് ബാക്കിയുള്ള നമ്മൾ ഇവിടെ ടൊപ്കാപ്പി പാലസിൻ്റെയും സിസ്റ്റേണിൻ്റെയും ഒരു വാക്കിംഗ് ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ഇനി പോണത്. അപ്പോൾ നമ്മളെ ടൂർ ഗൈഡിനെ കണ്ടിട്ടോ. അപ്പോൾ ഈ ഒരു സ്ക്വയറിൻ്റെ അടുത്ത് തന്നെയാണ് ഹാഗിയ സോഫിയും ഈ കാണുന്ന മാതിരി ബ്ലൂ മോസ്കും ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ടൂറ് ഒരു 15 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഏതാണ് ഹാഗിയ സോഫിയ ഏതാണ് ബ്ലൂ മോസ്ക് എന്നറിയില്ല. പക്ഷേ രണ്ടും ഒരേ മാതിരിയാണ് കാണാൻ. ഇവിടുത്തെ ഗൈഡ് ഇതിൻ്റെ കുറേ കഥകളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ കൂടാതെ അവിടെ കുറേയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ പുരാതന കാലത്ത് ഇവിടെ വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ് സിസ്റ്റേൺ. പിന്നെ അത് ഇപ്പോഴത്തെ കാലത്ത് അതൊരു ആർട്ട് ഗാലറി ഒക്കെ ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്നൊക്കെ പറയുന്നു. അതിൽ നല്ല രസമാട്ടോ. ഫുള്ളി ഇരുട്ടത്ത് ഇതേമാതിരി കേട്ടോ അങ്ങേ അറ്റം വരെയുണ്ട്. പിന്നെ ഇവിടെ കുറേ സ്കൾപ്ചേഴ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആർട്ട് ഗാലറി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പുരാതന കാലത്ത് ഒരു വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഫെസിലിറ്റിയാണ് വർഷങ്ങൾക്ക് മുമ്പ്. അടിപൊളി. ഒരു നട്ടാണ്, വാൾനട്ട് മാതിരിയുള്ളൊരു നട്ട് ഇവിടെ കിട്ടുന്നതാണ്. ചൂടാക്കിയിട്ട് പുഴുങ്ങിയ മാതിരി. നമ്മളപ്പോൾ ആ സിസ്റ്റേൺ ബസിലിക്ക കണ്ടു കഴിഞ്ഞ് ഇറങ്ങി. നമുക്ക് പിന്നെ 2 മണിക്കാണ് നമുക്ക് ഈ ടൊപ്കാപ്പി പാലസിൻ്റെ ഉള്ളിലോട്ടുള്ള ഗൈഡഡ് ടൂറിൻ്റെ ടൈം തന്നത്. അപ്പോൾ നമുക്കിപ്പോൾ 1:45 ഒരു 15 മിനിറ്റും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹാഗിയ സോഫിയൻ്റെ പുറത്ത് എൻട്രൻസിൻ്റെ പുറത്ത് തന്നെയുള്ളൊരു സ്ഥലത്ത് ഇരിക്കുകയാണ്. ശരിക്കും ഇതൊക്കെ ഒരു അടുത്തടുത്ത് തന്നെ കേട്ടോ. ബ്ലൂ മോസ്ക്, ഹാഗിയ സോഫിയ, ബസിലിക്ക സിസ്റ്റേൺ, ടൊപ്കാപ്പി പാലസ് ഇതൊക്കെ ഒരൊറ്റ കോമ്പൗണ്ടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം വന്നാൽ തന്നെ ഇതെല്ലാം കൂടി ചിലപ്പോൾ ടൈം ഉണ്ടെങ്കിൽ കണ്ടു തീർക്കാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഉള്ളിലോട്ട് പോയിട്ട് എന്താ അവിടെ ഉള്ളത് നോക്കാം. ഓൺലൈൻ വഴി ഒരു ഗൈഡഡ് ടൂർ ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ടൊപ്കാപ്പി പാലസ് കാണാൻ പോയത്. അപ്പോൾ ഗൈഡഡ് ടൂർ ഒരു 45 മിനിറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവർ മെയിൻ പവീലിയൻസിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നു. ശരിക്കും പറഞ്ഞാൽ ടൊപ്കാപ്പി പാലസ് ഒരു 500ഓളം വർഷം പഴക്കമുള്ള ഒരു കൊട്ടാരം കെട്ടിടമാണ്. പക്ഷെ അതിപ്പോൾ കംപ്ലീറ്റ്ലി ഒരു മ്യൂസിയം ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിലൊരുപാട് പവീലിയൻസ് ഉണ്ട്. അത് ഓരോ പവീലിയൻസിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസും കൗതുകങ്ങളും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് സുൽത്താൻമാർ യൂസ് ചെയ്തിരുന്ന അവരുടെ കുളിമുറികളാണ്. ഒരു ബാത്ത് ടബാണ് ഈ കാണുന്നത്. അത് കണ്ടിട്ട് പിന്നെ നമ്മൾ പോയത് ഈ അവർ മീറ്റിങ്ങുകളൊക്കെ കൂടിയിരുന്ന റൂമുകൾ. അതിൻ്റെ സൈഡിൽ തന്നെ അവർ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ ചെറിയ സൗണ്ട് ഉണ്ടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ഭംഗിയുള്ള ഒരുപാട് മുറികൾ, നിസ്കാര മുറികൾ,
ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പവീലിയൻ കാണാനായിട്ടോ പോയത്. ഇത് ഇസ്ലാമിക് ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ള പവീലിയനാണ്. ഈ കാണുന്നത് കഅബയുടെ താക്കോലാണ്. അതേപോലെ നല്ല തിരക്കുള്ളൊരു പവീലിയൻ ആയിരുന്നു ഇത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതാണ്. ഇത് മൂസാ നബിയുടെ വടിയാണ്. നിലത്തിട്ടപ്പോൾ പാമ്പായതും കടലിലടിച്ചപ്പോൾ കടൽ പിളർന്നു എന്നൊക്കെ പറയപ്പെടുന്ന ആ വടിയാണിത്. ഈ കാണുന്നത് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാദമാണ് എന്നാണ് പറയപ്പെടുന്നത്. പ്രവാചകൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ പവീലിയനിൽ ഉണ്ടായിരുന്നു. ഇത് അബ്രഹാം നബിയുടെ പാത്രങ്ങളാണ്. ഈ കാണുന്നത് ദാവൂദ് നബിയുടെ വാളാണ്. കൂടാതെ പ്രവാചകൻ എഴുതിയിരുന്ന കത്തുകളുടെ കുറേ കഷ്ണങ്ങളും ഇവിടെ അവർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ പ്രവാചകൻ്റെ ആയുധങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് 2 വാളും ഒരു അമ്പും വില്ലും ഒക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രവാചകൻ്റെ ചെരുപ്പ് എന്ന് പറഞ്ഞ് 2 ചെരുപ്പുകൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഉസ്മാൻ ഖലീഫ എഴുതിയ ഖുർആൻ്റെ രചനയാണെന്ന് പറയുന്നു. ഈ ഇരുതലയുള്ളത് സുൽഫക്കർ എന്ന് പേരുള്ള അലി റളിയല്ലാഹു അൻഹുയുടെ വാളാണ്. ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വാളാണെന്നാണ് അവർ എഴുതി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സമയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും പോയിട്ട് വേഗം നിസ്കാരം പാസ്സാക്കി ഈ പവലിയൻ്റെ ഒക്കെ വേറൊരു സൈറ്റിലോട്ട് പോയി. ഇവിടെ നിന്നും മെയിനായിട്ട് നമുക്ക് ഈ ബോസ്ഫറസ് കടലിടുക്ക് കാണാം. ഒരു യൂറോപ്യൻ സൈഡും ഏഷ്യൻ സൈഡും ഒരുമിച്ച് ഇവിടുന്ന് കാണാൻ പറ്റും. ഇത് കണ്ടു കഴിഞ്ഞിട്ടൊരു യൂറോപ്യൻ ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പവീലിയനാണ് ഞങ്ങൾ കാണാൻ പോയത്. ഇത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു മനോഹരമായ റോസ് ഗാർഡൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റില്ല, പക്ഷേ മുകളിൽ നിന്ന് ഈ ഗാർഡൻ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടുത്തെ ഒരു വാർഡ്രോബ് മ്യൂസിയത്തിലോട്ടാണ് പോയത്. രാജാക്കന്മാരൊക്കെ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സുകളും പിന്നെ അവരുടെ രത്നങ്ങളും ഓർണമെൻറ്റ്സും ഒക്കെ സൂക്ഷിച്ചിരുന്ന വേറൊരു പവീലിയൻ. ഇവിടെ നമുക്ക് ശരിക്കും കണ്ണ് തള്ളിപ്പോവും. കാരണം അത്രയും ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒറിജിനൽ ഡയമണ്ട്സും സ്റ്റോൺസും ഒക്കെ വെച്ചിട്ടുള്ള ഓർണമെൻറ്റ്സും പാത്രങ്ങളൊക്കെ നമുക്ക് ഈ പവലിയനിൽ കാണാൻ പറ്റും. ഈ പവലിയനിൽ തന്നെയുള്ള ഏറ്റവും വലിയ രത്നക്കല്ലാണ് ഈ കാണുന്നത്. പിന്നെ പടച്ചട്ടകൾ, അതിമറ്റേ ഡെലിക്കേറ്റ് ആയിട്ടുള്ള വർക്ക്സൊക്കെ അടിപൊളിയായിരുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ 4 മണി കഴിഞ്ഞു. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് തപ്പിപ്പോയി. നമ്മളിപ്പോൾ എവിടെ ഉള്ളത്? ഷെഹ്സാദ്. എങ്ങനെയുണ്ട്? യോഗട്ടാ ഇസ്കന്ദർ കബാബ്. ഇത് തുർക്കിഷ് പിസ്സ ലഹ്മാഗുൻ. ഒരു രക്ഷയില്ല. ഇത് ലാംബ് ഷവർമയാണ്. ലഹ്മാഗുൻ ഇങ്ങനെയാണ്. ഇത് ശരിക്കും ലാംബ് ഷവർമ. ലാംബ് ഷവർമയിൽ ടൊമാറ്റോ സോസും ബട്ടറും തൈരും. ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. മസ്റ്റ് ട്രൈ സാധനമാണ്. മട്ടൻ കഴിക്കാതെ ഞാനടക്കം കഴിച്ചു തുടങ്ങി. അത്ര ടേസ്റ്റ് ഉണ്ട്. കഴിക്കട്ടെടാ. എങ്ങനെ ഉണ്ടായിരുന്നു ബേബി? എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു രക്ഷയില്ല. നല്ല ഫ്രഷ്. ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇസ്താംബുളിൽ വന്നാൽ എന്തായാലും ഫ്രഷ് പൊമഗ്രാനൈറ്റ് ജ്യൂസും കുടിക്കണം. ടേസ്റ്റ് ഉണ്ട്, ഫ്രഷാണ്. നമ്മളിപ്പോൾ എന്താ പറയുക, ഗലാട്ട ബ്രിഡ്ജ് എന്ന് പറയുന്ന ബ്രിഡ്ജിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു സൈഡിൽ
ഏഷ്യ സബ് കോണ്ടിനെൻ്റ്. ആ കാണുന്ന ഭാഗത്തുള്ളത് ഏഷ്യയാണ്, ഏഷ്യ കോണ്ടിനെൻ്റ് ആണ്. നമ്മളെ ഇപ്പുറത്തെ സൈഡിൽ ഉള്ളത് യൂറോപ്പാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂറോപ്പിൻ്റെയും ഏഷ്യേൻ്റെയും ഇടയിലുള്ള ഒരു പാലത്തുമ്മലാണ് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തുർക്കിയിലത്തെ രണ്ടാമത്തെ ദിവസത്തെ ഈവനിങ് ഞങ്ങൾ ഗലാട്ട ബ്രിഡ്ജിലാണ് സ്പെൻഡ് ചെയ്തത്. ഈ ബ്രിഡ്ജിൻ്റെ താഴെ ഇങ്ങനെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളും ഈ ഫിഷിൻ്റെ ഒരു സാൻഡ്വിച്ച് വിൽക്കുന്ന കടകളൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെ ഇതൊക്കെ കണ്ട് വൈകുന്നേരം ഗലാട്ട ബ്രിഡ്ജിൽ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ രാത്രി തിരിച്ച് റൂമിലോട്ട് പോയി. Thank you. പൊടിയാണോ? നല്ലോണം ഒഴിച്ചോ, സൈഡിൽ കൂടിയാ പോണു. പൊളിയാ. ചീസ് കേക്ക് കഴിക്കാതെ കേറ്റാണ്. കിട്ടണ്ട ഇങ്ങനെയുണ്ട് പൊളിയാ. ഓ Mira bakamam, ben ona bakıyorum öyle istiyorum. Oyuna bakabilir miyiz? ടേസ്റ്റ് അത് വലിയ മധുരമില്ല, കുത്തണ മധുരമില്ല. ഇത് ഒറ്റയ്ക്ക് തിന്നത്തൊന്നുമില്ല, അല്ലെങ്കിൽ അത് തിന്നു വെക്കും. അങ്ങനെ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് കഴിച്ചു അല്ലേ ഇസ്താംബൂളിൽ നിന്ന്. നമ്മൾ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലിസ്റ്റിൽ വേറെ ട്രൈ ചെയ്യേണ്ട സംഭവമായിരുന്നു ഈ കാരക്കോയ് ഗുലുക്കോളൂത്തെ ഈ എന്താണ് ബക്ലവാസ്. അപ്പോൾ നമ്മൾ റിവ്യൂലൊക്കെ കണ്ടപ്പോൾ അതേമാതിരി ഇവിടെ ലോക്കൽസൊക്കെ ഏറ്റവും കൂടുതൽ വന്ന് കഴിക്കുന്ന ബക്ലവാസാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ വന്നതാണ്. ഇനി ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഇത് എത്രാമത്തെ ചായയാണ് തുർക്കിയിൽ വന്നിട്ട്? തുർക്കിയിൽ വന്നിട്ട് ഇപ്പോൾ കണ്ടമാനം ചായയായി. ഇന്ന് ഹാഫിസ് മുസ്തഫയിൽ നിന്ന് അവിടുന്ന് ഇന്ന് മൂന്നാമത്തെ ചായ. രാവിലെ കുടിച്ചിട്ടില്ല, ഒത്തിരി കുടിച്ചു. അപ്പോൾ നാലാമത്തെ ചായ. ആണോ? മറ്റൊരുത്തനായിട്ട് അടിപൊളിയാ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്.
ഒരു ഇങ്ങനെ മുറിക്കുമ്പോൾ ക്രിസ്പി സൗണ്ട് ഇങ്ങനെ കേൾക്കാം അല്ലേ? ഇവിടെ ഇസ്താംബൂളിലുള്ള വേറൊരു എന്താ പറയുക ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഐറ്റാണ് പാലിക് ദുറു എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ നമ്മുടെ മത്തിമാരിയുള്ളൊരു മീൻ ഇതേമാതിരി ഗ്രില്ല് ചെയ്തിട്ട് ഇതേമാതിരി ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് തരുന്നൊരു ഐറ്റമാണ്. അങ്ങനെ നമ്മളിങ്ങനെ കുനാഫ അല്ല ബക്ലവ കഴിച്ച് തിരിച്ച് ട്രാം സ്റ്റോപ്പൊക്കെ നടക്കുമ്പോഴാണ് നല്ല തിരക്കുള്ളൊരു കട ഉണ്ടത്. അപ്പോൾ കഴിച്ചു നോക്കുകയാണ് എങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട്? ആണോ? പച്ചമീൻ്റെ ടേസ്റ്റ് ഒന്നുമില്ല? പോമഗ്രാനൈറ്റ് ഉണ്ട്, വെജീസൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാ കടകളിലും പോയാലും നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ട്. മുളക് ഞാൻ എല്ലാവരും ചോദിക്കണം വിചാരിക്കുന്നത് എന്താണെന്ന് മറന്നു പോകും. എനിക്ക് നല്ല ഇഷ്ടമായത്. നല്ല ഭയങ്കര എരിവല്ല, നല്ലൊരു സ്പൈസ്. പറഞ്ഞോ സ്പൈസ് ബസാർ വന്നിട്ട് കുറച്ച് ഇതൊക്കെ എന്ത് ഞാൻ മേടിച്ച് കാജുൻ സ്പൈസ് സുമാക്ക് സുമാക്കല്ല ഇവിടുത്തെ ഒരു ചില്ലി ഉണ്ട്, അത് സുമാക്ക്. പറഞ്ഞ് വില കുറക്കാൻ പറ്റിയില്ല, വില കുറക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഒരു ഫിക്സഡ് പ്രൈസാണ്, മേടിക്കാതെ പോരണ മാതിരി ചെയ്യണമായിരുന്നു. പക്ഷെ ഓൾറെഡി പാക്ക് ചെയ്തില്ലേ. എന്താ പറയുക, ചാത്തൻ കവറിൽ ലൂയി വിറ്റോൺ ബാഗുകൾ മേടിച്ച് നടക്കണം. കുട്ടിക്ക് പനിയാണോ? അപ്പോൾ ഇതായിരുന്നു ഞങ്ങളെ ഇസ്താംബൂൾ യാത്ര. അങ്ങനെ ഈ ഒരു വൈകുന്നേരത്തോട് കൂടിയിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങും പരിപാടികളും ഒക്കെ തീർത്തു. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ തിരിച്ച് മാഞ്ചസ്റ്ററിലോട്ട് യാത്രയായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.